ആൽക്കഹോളിക്സ് അനോണിമസ് ഓരോ നവാഗതനോടും എന്തുകൊണ്ട് പരാജയത്തിൻ്റെ നെല്ലിപ്പലക കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നു എന്ന് നമ്മളുടെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ 1-ാം പടിയുടെ വിശദീകരണത്തിൽ കൊടുക്കുകയുണ്ടായി. ഇത് ആദ്യം വായിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ചും തോന്നിയൊന്നുമില്ല. പക്ഷേ ഈ പരിപാടിയിൽ വന്നതിന് ശേഷം ഞാൻ എന്തിനാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ പടികൾ പരിശീലിക്കേണ്ടത് എന്നുള്ളത് ചിന്തിച്ചപ്പം ഇതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. പ്രധാനമായിട്ടും വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അർദ്ധ മനസ്സുകളുണ്ടാവാം, പലവരും നേരത്തെ പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് പുനർപതനങ്ങൾ, അതിനൊരുപാട് വിശദീകരണങ്ങളൊക്കെ നമ്മൾ പല ഘട്ടത്തിലും വായിക്കുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, കടുത്ത സത്യസന്ധത ആവശ്യമാക്കുന്ന ജീവിത രീതി മെനഞ്ഞെടുക്കുന്നതിലോ അത് സ്വാംശീകരിക്കുന്നതിലോ സ്വാഭാവികമായി തന്നെ കഴിവില്ലാത്തവരാണ് നമ്മൾ. അവരുടെ വിജയസാധ്യത ശരാശരിയിലും കുറവുമാണ്. അങ്ങനെ ഇരിക്കുമ്പം ഈ പടികൾ പരിശീലിക്കുക എന്ന് പറയുമ്പം അതിൽ പ്രധാനമായിട്ടും ഈ സത്യസന്ധതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്ന പോലെ ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് വില്ലിങ്നെസ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ഹോണസ്റ്റി തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, സമൂഹത്തിലെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സത്യസന്ധത മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ്. പക്ഷേ ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സത്യസന്ധത ആവാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം വളരെ വലുതുമാണ്. അപ്പോൾ ഏതായാലും ഈ സത്യസന്ധത പ്രാവർത്തികമാക്കണം എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമം എനിക്ക് പറ്റിയത് പടികളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിന് ഒരു സ്പോൺസറുടെ സഹായം വളരെ വലുതുമാണ്. എന്നാൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവൃത്തി അതിൻ്റെ പിറകിൽ നിർബന്ധവുമാണ്. അപ്പം പ്രവൃത്തിയില്ലാതെ അത്ഭുതങ്ങൾ സംഭവിക്കുക സാധ്യമല്ല. പക്ഷേ ആദ്യമൊക്കെ നമ്മൾ പറയില്ല, ടിപ്സ് ഓഫ് ദ ഐസ്ബർഗ്, നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആദ്യം കാണുമ്പം അത് വളരെ സിമ്പിളാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം ഇൻഡിവിജ്വലായിട്ട് എന്നുവെച്ചാൽ വ്യക്തിപരമായിട്ട് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും അത് അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളത് ശ്രമിച്ച് നമ്മൾ മുന്നേറാനുള്ള ഒരു വൈരാഗ്യം എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തോടുള്ള നമ്മളുടെ ആത്മാർത്ഥത എത്രമാത്രം നമുക്കുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഈ പരിപാടിയുടെ വ്യക്തിപരമായ വികാസവും വിജയവും ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിനിടയിൽ ഉണ്ടാവുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ, തിരിച്ചുപോക്കിനുള്ള ഒരുപാട് തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ മദ്യത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഈ പ്രോഗ്രാമിൽ നിന്നുള്ള പിറകിലേക്ക് പോകാനുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹം. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടികൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ഒരു പുതിയൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അപ്പോൾ അതൊക്കെ സമ്പൂർണ്ണ പരിപാടിയായിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള സ്പോൺസറുമായിട്ടുള്ള ബന്ധവും നിരന്തരമായിട്ടുള്ള അഭ്യാസവും നിരന്തരമായിട്ട് ഈ ലളിതമായ പരിപാടിയുമായി ഇഴകിച്ചേരാൻ പറ്റില്ലെന്നുള്ളവരോ അതിന് കഴിയില്ലെന്നുള്ളവരായ ചിലരാണ് നമ്മളുടെ രോഗശമനത്തിലെത്താത്തത് എന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വളരെ പ്രതിസന്ധിയുള്ള ദിവസമായിരുന്നു, എങ്കിലും ഞാനിന്ന് മാനസികമായിട്ടിന്ന് വളരെയധികം സംതൃപ്തനാണ് എന്നുള്ളതാണ് ഈ പരിപാടി എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.